ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സപ്പ് നമ്പറും മറ്റു ഡീറ്റെയിൽസും ആണുള്ളത്. വാട്സപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഓക്കെ, സോ പൈൽ നമ്പർ 1, ഈ ഒരു റോസാപ്പൂവാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 1 ഈ ഒരു ചക്രമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2 ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു മോതിരമാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 1 ഈ ഒരു ചുമന്ന റോസാപ്പൂവാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാത്ത കടന്നു വരുന്നത് എന്തൊക്കെയാണ്? പൈൽ നമ്പർ 1 നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പൈൽ നമ്പർ 1. സോ പൈൽ നമ്പർ 1. ഓക്കെ, ലെറ്റ്സ് സീ. ഫസ്റ്റ് കാർഡ് വന്നിട്ട് വുമൻ, ഹിൽസ്, finger, angel, frying pan, and last card on it, lobster. And chain. പൈൽ നമ്പർ 1 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ഫസ്റ്റ് കാർഡ് വന്നിട്ട് വുമൻ എനർജിയാണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തി, അത് ഒരു പരമാവധി ഒരു ഫെമിനൈൻ എനർജിയാണ്. അപ്പോൾ അതിനർത്ഥം ഒരു സ്ത്രീയാണ് എന്നുള്ളതല്ല, ഫെമിനൈൻ എനർജി ആയിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഫെമിനൈൻ, ഡിവൈൻ ഫെമിനൈൻ സൈഡുമായിട്ടുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു ഭാഗത്തു നിന്നുള്ള നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങളാണ്, മാറ്റങ്ങളാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം, അത് ഫീമെയിൽ ഓർ മെയിൽ, അവരുടെ ഡിവൈൻ ഫെമിനൈൻ എനർജിയിൽ നിന്ന് വരുന്ന മാറ്റങ്ങൾ. സോ ഇത് നിങ്ങൾക്ക് തരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞ് ഈ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഓൺട്രപ്രനോറിയൽ എനർജി ആവാം. അതായത് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, മറ്റുള്ളവരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിച്ച് അവരുടെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ അഗാധമായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഇവിടെ ഈ ഒരു വ്യക്തി, നിങ്ങൾ പരിചയപ്പെടുന്ന ഈ ഒരു വ്യക്തി മതപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാവാം. ഇത് റെയർ എനർജിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവുന്നുണ്ടാവില്ല. എന്നിരുന്നാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ വിശ്വാസങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാവാം. അതുപോലെ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, ജനറലി മറ്റുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു ബോൺ ലീഡറാണ്. നയിക്കാൻ, അതായത് മറ്റുള്ളവരെ മുന്നോട്ടേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരുപക്ഷെ ഒരു പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാവാം. അപ്പോൾ ഈ വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ വ്യക്തിയായിട്ടൊരു കണക്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ചെയ്യേണ്ടത് ഫോക്കസ്. കാരണം നിങ്ങളുടെ ഈ വ്യക്തിയുടെ എനർജി വളരെയധികം മറ്റുള്ളവരെ താൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു എനർജിയാണ്. അത് ഒരു ഹൈ ലീഡർഷിപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരെ വഴി നടത്തിക്കുക എന്നുള്ളത്. ആ വഴി ഏതാണ് എന്നുള്ളത് കൂടെ നിൽക്കുന്ന അണികളോ ആരായാലും അവർക്കത് മനസ്സിലാകേണ്ടത്. എന്ന് വെച്ചിട്ട് എല്ലാവരും പൊളിറ്റിക്സ് ആയിരിക്കണമെന്നില്ല കേട്ടോ. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത് പൊളിറ്റിക്സിലും ആവാം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. സോ നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് അഡ്വൈസ് ലഭിക്കുന്നുണ്ടാവാം, ആ ഒരു വ്യക്തി നിങ്ങളെ പല കാര്യങ്ങളും സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ കാണിക്കുന്നുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ പ്രസക്തി ഇല്ല എന്നുള്ളതല്ല. നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള വ്യക്തികളുടെ കൂടെ ചാടി പുറപ്പെടാൻ. അത് നിങ്ങൾക്കുള്ളതാണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, അത് എല്ലാവർക്കും ഉള്ളതായിരിക്കണം എന്നില്ല എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തരുന്നത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഒബ്സ്റ്റക്കിൾ എനർജി ഉണ്ട്, ഹിൽ എനർജിയാണ്. അപ്പൊ ഈ ഒരു എനർജി എന്ന് പറയുന്നത്
നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ തടസ്സങ്ങളായിട്ട് ചില കാര്യങ്ങൾ വന്ന് പെടുന്നത് നമ്മൾ തടസ്സമായിട്ട് നമ്മൾ കരുതുന്ന കാര്യം എന്ന് വെച്ചാൽ ആ വഴിക്ക് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ആ ഒരു പ്രപഞ്ചശക്തി സൃഷ്ടിക്കുന്നതായിരിക്കാം. നമ്മളെപ്പോഴും എന്താണ്, നമ്മളൊരു കാര്യം മനസ്സിലാഗ്രഹിക്കുമ്പോൾ ആ കാര്യം നടക്കുന്നില്ലെങ്കിൽ, നിങ്ങളിപ്പോൾ ചെറിയ കുട്ടികളല്ല, പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും മെച്യൂരിറ്റി ഇല്ലാത്ത ആളുകൾ 65-75 വയസ്സായാലും പല കാര്യങ്ങളും ഒരുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. മാറ്റങ്ങളൊന്നും വലിയ രീതിയിൽ വളർച്ച ശാരീരികമായിട്ടുണ്ടാകുന്നു, അതുമൂലം മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലൊരു രീതിയിൽ പെരുമാറുന്നു എന്നതൊഴിച്ചാൽ പല കാര്യങ്ങളിലും മെച്യൂരിറ്റി വരാത്ത പല ആളുകളുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത്, നിങ്ങളൊക്കെ ഒരു കാര്യം വേണം നിങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിലേക്ക് എത്താനുള്ള തത്രപ്പാടാണ്. അപ്പൊ അതിന് ഒത്തിരി തടസ്സങ്ങൾ വരുമ്പോൾ എന്ന് വെച്ചിട്ട് തടസ്സങ്ങൾ വരുന്ന കാര്യമെല്ലാം നിങ്ങൾക്കുള്ളതല്ല എന്നുമല്ല പറയുന്നത്. പക്ഷെ ഇവിടെ ഒത്തിരി തടസ്സങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ആ തടസ്സങ്ങളൊക്കെ ആ ഒരു പ്രപഞ്ചശക്തി സൃഷ്ടിക്കുന്നത് നിങ്ങൾ ആ വഴിക്ക് പോകാതിരിക്കാനായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ എനർജിയിൽ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളത് ചിന്തിക്കുക. അതായത് നിങ്ങളുടെ എനർജി ഡിസ്ട്രാക്റ്റഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് വേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ നിങ്ങൾ പോകുന്ന വഴി ഒരു പക്ഷെ ശരിയായിട്ടുള്ള ഒരു പാതയായിരിക്കില്ല. അപ്പോൾ ഈ ഒബ്സ്റ്റക്കിൾസ് വരുന്നുണ്ട് തടസ്സങ്ങളായിട്ട്, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ചില ആളുകൾക്ക് പ്രമോനിഷൻസ് വരാം. അതായത് കാലക്കുട്ടി കാര്യങ്ങളുടെ ചിത്രങ്ങൾ, ചില കാര്യങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെയൊക്കെ നിങ്ങൾക്ക് വരാം. അല്ല, മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കും. പല സയൻസും സിംഗ്രണസിറ്റീസ് ഒക്കെ വരാം. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് കുറെ നാൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യവും ആവാം. അപ്പൊ അതും ആവാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സൈനൊക്കെ തരുന്നുണ്ട് മുന്നോട്ടേക്ക് പോകാതിരിക്കുക എന്നുള്ളതെങ്കിൽ, ഈ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തടയിടുന്നത് ആ വഴി നിങ്ങൾക്കുള്ളതല്ല എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ തടയുന്നതല്ല എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഫിംഗർ എനർജിയാണ്. ഈ ഒരു ഫിംഗർ എനർജി എന്ന് പറയുമ്പോൾ കുറെ നാളുകളായിട്ട് നിങ്ങൾ എന്തിനൊക്കെയോ വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, കാലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു, പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് നിങ്ങൾ ഒത്തിരി മുന്നോട്ടേക്ക് പോയെങ്കിലും നിങ്ങൾക്കൊരു തൃപ്തി ഇല്ലാത്തൊരു സിറ്റുവേഷനാണ്. ഒരു ഹോപ്പ് ഇല്ല നിങ്ങൾ സക്സസ്ഫുൾ ആകുമോ എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു വളരെ സ്ട്രെസ്ഡ് ഔട്ട് സിറ്റുവേഷനാണ്. ചില ആളുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിക്കോഷൻ എടുക്കാനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അതേപോലെ സ്ട്രെസ്, മെന്റൽ ഇഷ്യൂസ് ഉണ്ടാവും. ഇമോഷണലി നിങ്ങൾ സ്ട്രോങ് അല്ലായിരിക്കാം എന്നുള്ളത്. സ്ട്രോങ് അല്ല എന്നുള്ളതല്ല, ഇമോഷണലി നിങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം പല പല കാരണങ്ങൾ കൊണ്ട് പല സിറ്റുവേഷൻസ്. ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ടുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സഹായഹസ്തവും തരുന്ന ആളുകൾ, അതിപ്പോൾ ഡോക്ടർ ആയിരിക്കാം, മറ്റാരെങ്കിലും ആവാം, അങ്ങനെയുള്ളവരെ തഴയാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ അവഗണിക്കാതിരിക്കുക. കാരണം ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ ആവശ്യം, ഒരു കൗൺസിലർ, സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്, ആര് തന്നെയായാലും തുറന്നു പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയുക. കാരണം നിങ്ങൾ പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി യു ആർ ട്രൈങ് ടു ഡു ടു മച്ച്. ഒത്തിരി ചെയ്യുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ ഒത്തിരി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ പറയാനുള്ളത്, നമ്മൾ ചില ആളുകൾ പറയും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, അപ്പോൾ അവർക്ക് റെസ്റ്റ് ഇല്ലാണ്ടാണ് അവർ പണിയെടുക്കുന്നത്. റെസ്റ്റ് ഇല്ലാണ്ട് പണിയെടുക്കുമ്പോൾ അവർക്കത് സ്ട്രെസ്സാണ് വരുന്നത്. ആ ഒരു സ്ട്രെസ് അവർ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അത് തന്നെ എക്സോസ്റ്റഡ് ആയിട്ട് ബേൺ ഔട്ട് ആയിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കണം. അതിന് വേണമെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ സംസാരിക്കേണ്ടവർ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആണെങ്കിൽ അവർ പ്രൊഫഷണൽ ഹെൽപ്പും എടുക്കാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സോ നെക്സ്റ്റ് വന്നിട്ട് ഏഞ്ചൽ എനർജിയാണ്. ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റിന്യൂവൽ ആണ്, ഒരു പുതിയ തുടക്കം, ഒരു ലൈഫിൽ ഒരു പുതിയ തുടക്കമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏഞ്ചൽ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആർക്കേഞ്ചൽ എന്ന് പറയുന്നത് ജെർമിയേലാണ്. ആർക്കേഞ്ചൽ ജെർമിയേലാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. അത് ആർക്കേഞ്ചൽ ജെർമിയേൽ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെയും പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു എനർജിയിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക, ഗൈഡൻസ് തരുന്നത് ആർക്കേഞ്ചൽ ജെർമിയലാണ്. അപ്പോൾ ഇവിടെ ആർക്കേഞ്ചൽ ജെർമിയൽ നിങ്ങളെ സഹായിക്കുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് അത് ഇവാലുവേറ്റ് ചെയ്യാനാണ്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ
ആദ്യം തന്നെ ജെർമിയൽ എനർജി ഇതിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ കോൾ അപ്പോൺ ആർക്കേഞ്ചൽ ജെർമിയലിനെ വിളിക്കുക, എന്നിട്ട് ആസ്ക് ഹിം ടു ഹെൽപ്പ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, to review what need to be transformed, renew what need to be transformed എന്നുള്ള നിങ്ങളുടെ എനർജിയിൽ എന്താണ് ഇനിയും പൊടി തട്ടിയെടുക്കേണ്ടത്, എന്താണ് പുതുക്കിയെടുക്കേണ്ടത്, എന്ത് മാറ്റമാണ് ജീവിതത്തിലേക്ക് വരുത്തേണ്ടത്, ജീവിതം ഒരു പുനർസൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ അനിവാര്യമാണോ, എന്തൊക്കെ ഹീലിംഗ് അനിവാര്യമാണോ, എന്തൊക്കെ ഹീൽ ചെയ്യണം, എന്തൊക്കെ റിലീസ് ചെയ്യണം എന്നുള്ളത് ആർക്കേഞ്ചൽ ജെറമിയലിന്റെ അടുത്ത് പ്രാർത്ഥിക്കുക. സോ ഡിയർ ആർക്കേഞ്ചൽ ജെറമിയൽ, ഹെൽപ്പ് മീ ടു റിന്യൂ what needs to be transformed, what needs to be released, what needs to be healed. ഇത് നിങ്ങൾക്ക് പറയാം, അതല്ലെങ്കിൽ നിങ്ങളുടേതായിട്ട് നിങ്ങൾ സൃഷ്ടിക്കാട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കായാലും മതി. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ള എനർജി, നിങ്ങൾ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഉരുകാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് സഹായം ചെയ്യും. അതുകൂടാതെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊരു അവേക്കണിങ് ഫേസിലാണ് ഇപ്പോൾ. ചിലപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ റിന്യൂവൽ സമയമാണ്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവാത്തത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ഉരുകൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളൊരു എനർജി കൂടിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ബിലീഫ് സിസ്റ്റത്തിലുള്ള മാറ്റം, ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡിലുള്ള മാറ്റം, അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങളെ സംബന്ധിച്ചൊരു മാറ്റം വരുന്നുണ്ട്. ഒരു എക്സ്ട്രാ ടൈം എടുത്തിട്ട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആർക്കേഞ്ചലിന്റെ അടുത്ത് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവം, അല്ലെങ്കിൽ ഇവിടെ മറ്റൊരു കാര്യം ജെർമിയൽ എനർജി ഉണ്ടെങ്കിൽ കൂടി ഐ ഫീൽ ഇതില് ആർക്കേഞ്ചൽ മൈക്കൽ എനർജി കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കേഞ്ചൽ മൈക്കലിന്റെ അടുത്തും പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു പീസ് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കനിങ് ഫേസ് ആണ് ചില ആളുകളിൽ. പലപ്പോഴും ഈ സ്പിരിച്വൽ അവേക്കനിങ് ഫേസ് എന്ന് പറയുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും ചിന്തിക്കുന്നത് നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട്, നിങ്ങൾ സ്ട്രെസ്, പാനിക് അറ്റാക്ക്, ആങ്സൈറ്റി, ശാരീരികമായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടാവും. പക്ഷെ ഡോക്ടറെ അടുത്ത് കാണിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ സ്പിരിച്വൽ അവേക്കനിങ് സിറ്റുവേഷൻസ് ആവാം. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പല ആളുകളും, മിക്കവാറും ആളുകളൊക്കെ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതിലൊരു 85-90% വരെ സ്പിരിച്വൽ അവേക്കണിങ് ആണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കാതെയാണ് പോകുന്നത്. ഇപ്പൊ ഒത്തിരി പേർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. സ്പിരിച്വലി കണക്റ്റഡ് ആകുമ്പോൾ ലൈഫ് കുറച്ചുകൂടി പീസ്ഫുൾ ആവുന്നുണ്ട്. ദർ ഈസ് സെറീൻ എനർജി, ദർ ഈസ് ട്രാങ്ക്യുലിറ്റി, അതുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ഫേസിലാണെന്നൊക്കെ, അത് ഓരോരുത്തർക്കും ഓരോ ഇതാണ്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ട അനിവാര്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, എവിടെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് അതേപോലെ തന്നെ ലോബ്സ്റ്റർ എനർജിയാണ്. ലോബ്സ്റ്റർ എനർജി എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾ ഒരു ബാലൻസ് ലൈഫിൽ അനിവാര്യമാണ്. സോ ഒരു ടെമ്പറൻസ് എനർജി എന്നൊക്കെ നമ്മൾ പറയും. ടെമ്പറൻസ് മീൻസ് ബാലൻസ്. ആ ഒരു ബാലൻസ് ജീവിതത്തിൽ അനിവാര്യമാണ്. ബാലൻസ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ വളരെ മണി മൈൻഡഡ് ആയിരിക്കും, ചില ആളുകൾ ഓവർലി സ്പിരിച്വൽ ആയിരിക്കും, മറ്റു ചിലർ ഓവർലി എംപത്തറ്റിക് ആയിരിക്കും. അപ്പൊ അവര് എല്ലാത്തിനും എല്ലാവരെയും സഹായിക്കും, സെൽഫ്ലെസ് ആയിട്ടിരിക്കും. സെൽഫ്ലെസ് ആയിട്ടിരിക്കുക എന്ന് വെച്ചൊരു പ്രശ്നം, ചില ആളുകൾ ചിന്തിക്കുന്നത് സെൽഫ്ലെസ് എന്ന് പറയുമ്പോൾ സെൽഫ് ലവ് പാടില്ല എന്നുള്ളതാണ്. അതായത് സ്വയം സ്നേഹിക്കരുത്, സ്വയം ദ്രോഹിച്ചുകൊണ്ട്, അതായത് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിന്നുകൊക്കെ നമ്മൾ പഴയ കാലത്ത് ചിന്തിച്ചിരുന്ന ത്യാഗമാണ് എല്ലാത്തിനും ഒരു ഇത്. നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാവുമല്ലോ, ആ ഒരു ലെവലിലാണ്. അപ്പോൾ സ്വയം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾക്കൊന്നും നടക്കാതെ ആകുമ്പോൾ എല്ലാവരും മനുഷ്യർ തന്നെയാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഫീൽ ഗുഡ് തരുന്നു. പക്ഷെ സ്വയം ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെ നമ്മുടെ ഉള്ളിൽ ആ ഒരു ലോസ് അല്ലെങ്കിൽ ലാക്ക് ഫീലിംഗ് ഉണ്ടാവും. ആ ഒരു ലാക്ക് ഫീലിംഗ് നമ്മൾ കൊടുക്കുന്ന ആളുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെറുവറായിരുന്നിട്ട് അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മൾ ചെയ്യാൻ നമ്മുടെ പാർട്ട്. അപ്പൊ എല്ലാവർക്കും അവരവരുടെ കർമ്മയുണ്ട്. നിങ്ങളുടെ ലൈഫ് നോക്കേണ്ടതും നിങ്ങളുടെ കർമ്മയുടെ പാർട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ മെയിൻ തീം ഇസ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷനാണ്, ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹെൽത്തിൽ ആൻഡ് ഫിനാൻസിലാണ്.
ഒരു കാര്യം എന്ന് വെച്ചാൽ ബാലൻസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ ഹെൽത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഹെൽത്ത് കാര്യങ്ങൾ നോക്കുക, പണത്തിന് പിറകെ മാത്രം ഓടരുത്. അതായത് കരിയറിൽ ഹാർഡ് വർക്ക് നേരത്തെ പറഞ്ഞു, ഓവർ ഹാർഡ് വർക്ക് അല്ല, വേണ്ട രീതിയിൽ വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഫിനാൻസ് നല്ല രീതിയിൽ ബഡ്ജറ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാം. ഹെൽത്ത് കോൺഷ്യസും ആവും. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇത് ഇവിടെ തരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ്? ഓക്കെ, പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് നമുക്ക് നോക്കാം. ഇനി അടുത്തതായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്തൊക്കെയാണ് പൈൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2, ടൈഗർ എനർജി, കോയിൻസ്, വാലി, കീ, mountain, ring, candle. Okay. പൈൽ നമ്പർ 2 നിങ്ങളെ സംബന്ധിച്ച് ഫസ്റ്റ് വന്നിരിക്കുന്നത് ടൈഗർ എനർജിയാണ്. സോ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഡിസയർ ഓഫ് സക്സസ് ആണ്. അതായത് ജീവിത വിജയം നേടാനുള്ള ഒരു ആഗ്രഹം, അത്യമായിട്ടുള്ളൊരു വളരെയധികം സാധ്യതകളോടുകൂടിയുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഒരു ആഗ്രഹം. അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല, അത് വളരെ നല്ലൊരു കാര്യമാണ് ജീവിതത്തിൽ. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു നല്ലൊരു ലീഡർ ആവാൻ, നല്ലൊരു പൊസിഷനിൽ നിൽക്കാൻ, സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കാൻ അങ്ങനെ ഒത്തിരി ആഗ്രഹിക്കുന്നതാണ്. ഒരു അതോറിറ്റി പൊസിഷനിൽ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ ജോലി ചെയ്യുന്നിടത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫുൾഫിൽമെന്റ് ഇല്ല. യു ഡോണ്ട് ഫീൽ യുവർ കണ്ടന്റ്. ആ ഒരു എനർജി ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങൾ മുന്നോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും സാറ്റിസ്ഫൈഡ് അല്ല. ഒരു പക്ഷെ നിങ്ങൾ അവിടെയല്ല നിൽക്കേണ്ടത് നിങ്ങൾക്കറിയാം. ആ ഒരു മാറ്റം നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ എനർജി ഒരു അതോറിറ്റി ഫിഗർ ആണ്. സർക്കാർ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തീരെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഡയറക്ട്ലി അപ്പോയിന്റ്മെന്റ് ലെറ്റർ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. കാരണം നിങ്ങൾ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ടാവാം, അല്ലതും സംഭവിച്ചിട്ടുണ്ടാവും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം ലൈഫിൽ നിങ്ങൾ ഇനി ഇത് നടക്കില്ല എന്നൊരു ചിന്തയിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ചില ആളുകളിൽ വരാം. മറ്റു ചിലരെ സംബന്ധിച്ച് നിങ്ങൾ നിൽക്കുന്ന പൊസിഷനിൽ ഹയർ പൊസിഷൻ, മാനേജറിയൽ പൊസിഷനിലേക്ക് നിങ്ങൾ പോകുന്നതായിരിക്കും അത് സൂചിപ്പിക്കുന്നത്. ആ ഒരു ഹയർ പൊസിഷനിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ നിങ്ങൾ പല കാര്യങ്ങളും ലൈഫിൽ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്ത് കാര്യത്തിൽ നിങ്ങൾ പല കാര്യങ്ങളിലും ഒരു റിസ്ക് നിങ്ങൾ എടുക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട്. കാരണം മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മാറ്റത്തിന് റിസ്ക് എടുക്കേണ്ടത് അനിവാര്യതയുണ്ട്. ഇതുവരെ നിങ്ങൾ അതിന് ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ സ്വയം ഒരു റിസ്ക് എടുക്കുകയാണ്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളത്. ഇന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല, പക്ഷെ നാളെ പെട്ടെന്നായിരിക്കും, അതായത് വളരെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നായിരിക്കും നിങ്ങൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. കുറെ നാളുകളായിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു, ഒന്നും നടക്കുന്നില്ല. ഫൈനലി ഞാൻ ഈ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ വരികയാണ്. കാരണം ആ ഒരു റിസ്ക് എടുത്താൽ മാത്രമാണ് മുന്നോട്ടേക്ക് ജീവിത വിജയം ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ആണ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നത്. ആ ഒരു എനർജിയാണ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നത്. അതേപോലെ തന്നെ കുറച്ച് വളരെയധികം ഒരു ഫോക്സ് എനർജിയും നിങ്ങൾ ഫീൽ, അതായത് വളരെയധികം കുരുട്ടുബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ കുശാഗ്ര ബുദ്ധിയോട് കൂടിയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ പറയില്ലേ, അതൊരു നെഗറ്റീവ് എനർജി എന്നുള്ള രീതിയിലല്ല, ചാണക്യതന്ത്രം എന്ന് നമുക്ക് ഇവിടെ വാക്ക് ഉപയോഗിക്കാം. അപ്പൊ ആ ഒരു എനർജി നെഗറ്റീവ് അല്ലാതെ മാറാൻ തന്ത്രമാണ്. തന്ത്രം എന്ന് പറയുന്നത് പലപ്പോഴും സാം ദാം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ. ആ ഒരു ഇതിലേക്ക് പോവാണ്. ഏറ്റവും അവസാനം നിങ്ങളുടെ ആ ഒരു വേറെ വഴിയില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു
കഴിവ്, അതായത് നിങ്ങളുടെ ആ ഒരു ബുദ്ധി ഉപയോഗിച്ച് തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്താണ്. അതിന് നിങ്ങളിവിടെ ഇല്ലീഗലായിട്ടോ മോറലി ശരിയല്ലാത്ത രീതിയിലൊന്നും ചെയ്യുന്നില്ല. ചെറിയ രീതിയിലൊരു തന്ത്രം ഉപയോഗിക്കുന്നു ജീവിത വിജയത്തിന് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതേപോലെ കോയിൻസ് ആണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾ എത്തുന്ന എനർജിയാണ് നേരത്തെ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് ആണ് കാണിക്കുക. ഈ ഒരു എനർജിയിൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണെന്നുള്ളത്. കാരണം നിങ്ങൾ യു ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ വാട്ട് യു ഡു. നിങ്ങൾ ഒട്ടും ഭയക്കുന്നില്ല നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്കുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ. ചില ആളുകളെ പോലെ ചില കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല, ഞാൻ അതല്ല ചെയ്ത് പല 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 ന്യായങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു ന്യായം നിങ്ങൾ പറയുന്നില്ല, മറിച്ച് ആ ഒരു വളരെയധികം നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവാണ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു എനർജിയിൽ നിങ്ങൾ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നെഗറ്റീവ് ചില സിറ്റുവേഷനിൽ, കാരണം ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങളിവിടെ കാര്യങ്ങൾ ഒരു നെഗറ്റീവ് വേയിലാണ് തിങ്ക് ചെയ്യുക, നെഗറ്റീവ് വേയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത്. അതേസമയം തന്നെ ഇവിടത്തെ എനർജി ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരേ സമയം തന്നെ നമ്മൾ പറയും ഡെവിൾ എനർജിയും ആ ഒരു പോസിറ്റീവ് എനർജിയുടെ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു മണി മൈൻഡഡ് ആയിട്ടുള്ള എനർജി ഉണ്ട്. അപ്പൊ ആ ഒരു വഴി, ഇവിടെ ഒരു നെഗറ്റീവ് വഴി കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു മെസ്സേജ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് വന്നൊരു മെസ്സേജ് ഒരു ഡെവിൾ മൊമെന്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ദയവായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ നിങ്ങൾ മണി മൈൻഡഡ് ആയിട്ട് പോകാതിരിക്കുക. കാരണം ഇവിടുത്തെ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഹയർ പൊസിഷനിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഹരമായിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു പണം നേടുന്നതിന് വേണ്ടിയിട്ട് ഏത് വഴിയിലൂടെയും പോകും. പക്ഷെ ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഞാൻ അങ്ങനെയല്ല എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ലായിരിക്കാം. പക്ഷെ നിങ്ങൾ ആ ഒരു ലെവലിൽ എത്തി പണം സമ്പാദിച്ച് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ടാവും, ലീഗലി ആയിരിക്കും. അപ്പോഴായിരിക്കും ഒരു സിറ്റുവേഷൻ വരുന്നത്. ഇങ്ങനെ ഒരു വ്യക്തി ആയിരിക്കാം ആരെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് പോവുക. പക്ഷെ നിങ്ങൾ ഓൾറെഡി പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കുറച്ചൊക്കെ ഭയം ഇല്ലാതാവുകയും നിങ്ങളൊരു ഇല്ലീഗൽ ആയിട്ടുള്ള ലെവലിലേക്ക് പോയേക്കാം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വേയിൽ, ആ വേയിലേക്ക് പോകാതെ നിങ്ങളെ സംരക്ഷിച്ച് നിർത്തേണ്ടത് നിങ്ങളെ തന്നെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് നിങ്ങൾക്ക് വളരെയധികം ഫസ്റ്റ് ഓഫ് ഓൾ മഹാദേവൻ ശിവനെ ആരാധിക്കുക, സ്പിരിച്വൽ എനർജീസ് സ്ട്രോങ് ആക്കി നിർത്തുക എന്നുള്ളത്. ആദിയോഗിയാണ് മഹാദേവനെ നല്ലതുപോലെ ആരാധിച്ചിട്ട് തിങ്കളാഴ്ച ദിവസം പ്രത്യേകിച്ച് മഹാദേവനെ ആരാധിക്കുകയും ചന്ദ്രനെ മൂൺ എനർജീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ നിൽക്കുക എന്നുള്ളത് സ്പിരിച്വൽ കണക്ഷൻസ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഏഞ്ചൽ എനർജീസ്, നിങ്ങളെ ആർക്കേഞ്ചൽ ഗബ്രിയേലിനെയാണ്. സോ ഡിവൈൻ മെസ്സഞ്ചർ ആണ്, ലവ് എനർജിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. പക്ഷെ കാര്യങ്ങൾ സംസാരിക്കുക, വെൻ യു സ്പീക്ക്, വെൻ യു തിങ്ക്, വെൻ യു ആക്ട്, നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവൃത്തികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ ഈ ആർക്കേഞ്ചലിനെ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കാം, നിങ്ങൾ ആർക്കേഞ്ചലിന്റെ അടുത്ത് പ്രാർത്ഥിക്കാം. കാരണം നിങ്ങളെ നേർവഴിക്ക് നടത്താൻ ഒരു സ്പിരിച്വൽ ഇതിലേക്ക് കൂടി കൊണ്ടുവരാനായിട്ട്. കാരണം ആ ഒരു കണക്ഷൻ, ഒരു നെഗറ്റീവ് കണക്ഷൻ അവിടെ ഫീൽ ചെയ്തു, അതുകൊണ്ടാണ് പറയുന്നത്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ പലപ്പോഴും ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ അത് കുഴപ്പമില്ല എന്ന ചിന്തയാവും. അത് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വന്നിട്ട് വാലിയാണ്. സോ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളൊരു കൗൺസിലർ എനർജി, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ഹീലർ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കാരണം സംബഡി ഹൂസ് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ, മറ്റുള്ളവരെ കംഫേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഒരു വോളണ്ടിയർ എനർജി ഉണ്ട്. കാരണം നിങ്ങൾ ചിലപ്പോൾ ഒരു NGOയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടും ആവാം, എന്തെങ്കിലും ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിരിക്കില്ല, മറിച്ച് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടാവാം, മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുക, പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവാം. കാരണം ഇവിടെ ഒത്തിരി മിക്സ് ഓഫ് എനർജീസ് നിങ്ങളിലുണ്ട്. ഈ പറയുന്ന എനർജീസ് ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ, അതിൽ ഏത് വഴിയാണ് നിങ്ങൾ പോകുന്നത് എന്നതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹീലർ ഉണ്ട്. ചില ആളുകൾ നിങ്ങൾ ഫ്യൂച്ചർ ഇപ്പോഴല്ല, ഫ്യൂച്ചറിൽ യു ക്യാൻ ബി എ സ്പിരിച്വൽ ഹീലർ, ഒരു ക്രിസ്റ്റൽ ഹീലർ, റേക്കി ഹീലിംഗ് മാസ്റ്റർ ആവാം. അതേപോലെ തന്നെ നിങ്ങളൊരു സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാകും. പക്ഷെ അത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല, ഒരു ഡീപ് ട്രാൻസ്ഫോർമേഷൻ അതിന് ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുന്നേ ഉണ്ടാവില്ല, ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ പോകുന്നു. പക്ഷെ ഇൻ ഫ്യൂച്ചർ നിങ്ങളൊരു ആ ഒരു ലെവലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
ഡീപ്പ് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ ഉള്ളിൽ കാണുന്നത്. അതിലൂടെ നിങ്ങൾ സക്സസ്ഫുൾ ആകുന്നു, ഒത്തിരി പേർക്ക് ആശ്വാസം നൽകാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം നെക്സ്റ്റ് കീ എനർജിയാണ്. ഇതിൽ നിങ്ങൾ ആ ഒരു എനർജിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരുന്നു. ഇറ്റ് ടേക്സ് ടൈം. നെക്സ്റ്റ് വന്നിട്ട് കീ എനർജിയാണ്. അപ്പോൾ ലൈഫിൽ പലപ്പോഴും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ചിന്തിക്കുക. ഒരു സിറ്റുവേഷന് പെട്ടെന്ന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കുക. കാരണം ഇവിടെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാത്തത് കൊണ്ട് പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചാർജ് എടുക്കേണ്ട ആ ഒരു ഇത് ചെയ്യേണ്ടുന്ന കാര്യം, ആക്ഷൻ എടുക്കേണ്ടുന്ന കാര്യം ആക്ഷൻ എടുക്കേണ്ടതുകൊണ്ട് പിന്നെ നീട്ടി വെക്കാവുന്നതുണ്ട്. 2 ദിവസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ഒരു സെൽഫ് അഷ്യൂർഡ് ആയിട്ട് ഇരിക്കണം. കാരണം നിങ്ങളുടെ ഉള്ളില് കാര്യങ്ങൾ എവിടെ എങ്ങനെ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക, പ്രയോറിറ്റൈസ് ചെയ്തിട്ടായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഒത്തിരി വർക്ക് നിങ്ങളുടെ ഡെസ്കിലുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഏത് ചെയ്യും? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണോ അത് ചെയ്യും. ആദ്യം അത് ചെയ്തിട്ട് പിന്നെ ലെസ് ഇമ്പോർട്ടന്റ്, പിന്നെ അതിലും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുക. അല്ലാതെ ഏറ്റവും ലാസ്റ്റ് കൊടുക്കേണ്ട കാര്യം നമ്മൾ ആദ്യം ചെയ്ത് തീർക്കില്ല. പക്ഷെ നിങ്ങൾ ഇതിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിൽ ഒരു മാറ്റമുണ്ട്. അപ്പോൾ അത് പ്രയോറിറ്റൈസ് ചെയ്യുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾ ആ വിചാരിച്ച ലെവലിലും വിചാരിച്ച പോലെയും കാര്യങ്ങൾ നിങ്ങൾക്ക് നീക്കാനായിട്ട് പറ്റുന്നുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, ഓർഗനൈസ് ചെയ്ത് നിൽക്കുക എന്നുള്ളത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സക്സസ്, നിങ്ങളുടെ വിജയത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത്. ഇവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ടൈം മാനേജ്മെന്റ്, മറ്റൊന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ ബാക്കി ഓട്ടോമാറ്റിക്കലി അതിന്റെ ലെവലിൽ വരും. ഒരു പസില് പോലെയാണ്, കൃത്യമായിട്ട് ആ ഓരോ പീസസും കൃത്യമായിട്ട് അതിൽ തന്നെ വന്ന് വീഴുന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് മൗണ്ടൻ എനർജിയാണ്. സോ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളില് നിങ്ങൾ മത്സരമൊന്നും, അതായത് ഇവിടെ ഒരു മത്സര ബുദ്ധിയുണ്ട്. മത്സരത്തിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആരോടാണ് മത്സരിക്കുന്നത്? നമ്മൾ മറ്റുള്ളവരോട് മത്സരിച്ചിട്ട് കാര്യമില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ഇവിടെ ഒരു റേസ് അല്ല, മാരത്തോൺ ആണ്. കാരണം എല്ലാവരും ആ ഒരു ഓട്ടം ഓടി തീർക്കണം. പക്ഷേ അത് അവരവരുടെ പേസിലാണ്. എല്ലാവരും തീർത്താൽ മതി, അല്ലാണ്ട് ഫസ്റ്റോ സെക്കൻഡോ എന്നുള്ളതല്ല. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് ചില സിറ്റുവേഷൻസിലും നമ്മൾ മറ്റുള്ളവരെ നോക്കല്ല വേണ്ടത്, നമ്മൾ ഇന്നലെ എന്തായിരുന്നു അതിൽ നിന്ന് നമ്മൾ എത്രത്തോളം മുമ്പിലെത്തിയിട്ടുണ്ട്, അങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കാൻ ശ്രമിക്കുകയാണ് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒന്നിലും ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെക്കാൾ എനിക്ക് മുമ്പെത്തണം, അവർ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യണം എന്നുള്ള ചിന്തയുടെ ഒന്നും ആവശ്യമില്ല. മറിച്ച് നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുക അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത്. അല്ലാതെ നിങ്ങൾ വേറെ നെഗറ്റീവ് രീതിയിലൊന്നും ചിന്തിക്കേണ്ടെന്ന് ഒരു ആവശ്യവുമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആരാണോ ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ടേക്ക് പോകാം. മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല. പക്ഷെ എല്ലാവർക്കും ഒരു തരത്തിലുള്ള റെസ്പെക്ട് ആവശ്യമാണ്. മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല ആസ് എ പേഴ്സൺ. ഇപ്പോൾ ഒരു വ്യക്തി ഒരു കാര്യത്തിൽ ബെറ്റർ ആവുന്നത് കൊണ്ട് ആ വ്യക്തിയെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അത് പ്രൊഫഷണൽ ബേസിസിൽ. അല്ലാതെ എവറി ഹ്യൂമൻ ബീങ്, നോട്ട് ജസ്റ്റ് ഹ്യൂമൻ ബീങ്, ഓരോ മൃഗങ്ങളാണെങ്കിൽ പോലും ഒരു റെസ്പെക്ട് അതിന് കൊടുക്കണം. ആസ് എ ഹ്യൂമൻ ബീയിങ് എന്നുള്ളൊരു റെസ്പെക്ട് നിങ്ങൾക്ക് അനിവാര്യമാണ്. അത് കിട്ടിയേ പറ്റൂ എന്നുള്ളത് നിങ്ങൾ ശാഠ്യം പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. കാരണം ഇതുവരെ നിങ്ങളത് ശ്രമിച്ചിട്ടില്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് നിങ്ങൾക്കും വളരെ അപ്രതീക്ഷിതമായിരിക്കും, കേൾക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെയായിരിക്കും. അതേപോലെ തന്നെ വിവാഹ കാര്യം കാണിക്കുന്നുണ്ട്. ഇത് ഡയറക്റ്റ് മെസ്സേജ് ആണ്. കാരണം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ ഒരു വിവാഹം നിങ്ങളിലേക്ക് വരുന്ന പ്രപ്പോസൽ ആയിരിക്കാം, ഒരു അറേഞ്ച്ഡ് മാരേജ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഈ ഒരു പ്രപ്പോസൽ തീരെ പ്രതീക്ഷിക്കാതെ വരുന്നതായിരിക്കാം. ചില ആളുകൾക്ക് ഇത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് മാറിപ്പോയി. പക്ഷെ അത് വീണ്ടും വരുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു വിവാഹം നടക്കാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. പ്രണയാഭ്യർത്ഥനകളായിട്ടും വരാം. ഒരു മോതിരം മാറ്റം ഇവിടെ കാണുന്നുണ്ട്. 2 പേരും മോതിരം മാറുന്ന ഒരു സാഹചര്യം എന്നുള്ളത് സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ ചെറിയൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എടുത്തു പറയാറില്ല, പ്രണയം എന്ന് പറയുമ്പോൾ ആവാം, ഇന്ന ആളെന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല. ചില ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് ഹോമോസെക്ഷലിനെ കുറിച്ച് പറയാറില്ല എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. ഒരു ഹോമോസെക്ഷൽ മാരേജ്, ഒരു പ്രണയം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഓരോരുത്തർ അവരുടെ രീതിക്ക് അനുസരിച്ചിട്ടുള്ള മാരേജ് സിറ്റുവേഷൻ കാണിക്കുന്നു എന്നുള്ളത്. എന്തായാലും നെക്സ്റ്റ് വന്നിട്ട് ക്യാൻഡിൽ എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത്
നിങ്ങളെ ഇതുവരെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ കാര്യം അത് മാറുകയാണ്. അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് ലെറ്റ് ഗോ ചെയ്യാണ്. മിസ്അണ്ടർസ്റ്റാൻഡിങ് ചില ആളുകൾക്ക് മാറുന്നതാവാം. കാരണം ഇവിടത്തെ എനർജി എന്ന് പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറുന്ന ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ ചില ആളുകളായിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് വഴക്കും പ്രശ്നമായിട്ടുണ്ടാവും. പക്ഷെ അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു വന്ന് മാപ്പ് പറഞ്ഞ് നിങ്ങൾ വീണ്ടും സൗഹൃദത്തിലാവുന്നു. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ യു ഹാവ് ഡൺ യുവർ ബെസ്റ്റ്. എത്ര ശ്രമിച്ചിട്ടും അവരുടെ ഭാഗത്ത് മാറ്റങ്ങളില്ല, കാര്യങ്ങൾ നടക്കുന്നില്ല എങ്കിൽ ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡിന് എന്താണ് വേണ്ടത്? മിസ്അണ്ടർസ്റ്റാൻഡിംഗ് മാറുന്നില്ല എങ്കിൽ ലെറ്റ് ഗോ ചെയ്യേണ്ട അനിവാര്യതയുണ്ട്. ലെറ്റ് ഗോ ചെയ്യുക തന്നെ ചെയ്യുക. കാരണം അതിൽ കടിച്ചു തൂങ്ങിയിട്ട് കാര്യമില്ല. ഓക്കെ, ആ ഒരു എനർജിയാണ് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. നമുക്ക് ഫയൽ നമ്പർ 3യിലേക്ക് കിടക്കാം. സോ ഫയൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്ന മെസ്സേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. സോ ഫയൽ നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഫയൽ നമ്പർ 3 നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഫയൽ നമ്പർ 3 അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. സോ ഫയൽ നമ്പർ 3 ഡോൾഫിൻ എനർജിയാണ്. ഗെവൽ, വേസ്, വാസ്, ഓക്കെ, ഫയർ ക്രാക്കർ, ബാറ്റ് എനർജി ആൻഡ് മൈസ്. ബാറ്റ് ആൻഡ് മൈസ് എനർജീസ് ഉണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ ആരാണ് എന്താണോ എന്നുള്ളത്. കാരണം എവിടെ നിന്നാണ് പണി വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അത് ആദ്യമേ കണ്ടപ്പോൾ പെട്ടെന്ന് അതാണ് വന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം. ഫസ്റ്റ് എനർജി ഡോൾഫിൻ എനർജിയാണ്. അപ്പോൾ ഈ ഒരു ഡോൾഫിൻ എനർജി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് ഒരു പ്രൊട്ടക്ഷൻ. ആ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളെ, അതായത് നിങ്ങൾക്ക് എതിരായിട്ടോ നിങ്ങളെ പറ്റിക്കാനോ എന്തിനായാലും ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ചുറ്റും ഒരു സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റുമുള്ളതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങളുടെ ആർക്കേഞ്ചൽ റാഫേൽ നിങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണം തീർത്തിരിക്കുകയാണ്. ആ ഒരു സംരക്ഷണം കൊണ്ട് തന്നെ നിങ്ങളെ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഒരു മനസ്സമാധാനം തകർക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് പറ്റുന്നത്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ ബന്ധങ്ങളോ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒന്നും തകർക്കാൻ ആർക്കും പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യുന്നു, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അല്ലെങ്കിൽ അതായത് ഇങ്ങനെയൊക്കെ ചിന്ത മൈൻഡിലുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങളുടെ ചുറ്റും. അതിപ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ആർക്കേഞ്ചൽ റാഫേൽ നിങ്ങളുടെ ചുറ്റും നൽകുന്ന പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയിൽ ദേവീ ശക്തി ഭയങ്കരമായിട്ട്, ദേവിയെ ഭജിക്കുന്നവരാണെങ്കിൽ, ദേവി ഭക്തരാണെങ്കിൽ ദേവി വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾക്ക്. ഇതൊരു സ്ട്രോങ് പ്രൊട്ടക്ഷൻ എന്ന് മാത്രമല്ല നിങ്ങളെ സംബന്ധിച്ച് പറയാൻ. ഈ ദേവീ ശക്തി എന്ന് പറയുമ്പോൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്നോ രണ്ടോ തവണയോ അല്ലെങ്കിൽ ഒരു തവണയോ ഒക്കെ അബദ്ധം പറ്റിയതാണെങ്കിൽ ഓക്കെ. അതല്ലാതെ നിരന്തരമായിട്ട് നിങ്ങളെ ദ്രോഹിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ ഒരു ഉന്മൂലനാശം അല്ലെങ്കിൽ അവരുടെ നെഗറ്റിവിറ്റി, അവരിലേക്കുള്ള നെഗറ്റിവിറ്റി കൊണ്ടിട്ട് അവർക്ക് പല നാശനഷ്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് നേരിൽ കാണാൻ പറ്റുന്നതാണ് കാണിക്കുന്നത്. കാരണം ഒത്തിരി നാളുകളായിട്ട് അവർ ചെയ്യുന്നു, അവരുടെ കർമ്മ ഇതുവരെ അവരിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ അവരിലേക്ക് ആ ഒരു കർമ്മ എത്തുന്ന അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ കാണുകയും നിങ്ങൾ നേരിട്ട് അവരുടെ സിറ്റുവേഷൻ, ആ ഒരു കർമ്മ അവർക്ക് ലഭിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ആ ഒരു എനർജി. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം, ഈ ഒരു എന്താ പറയാ, നിങ്ങളുടെ ഉള്ളിൽ പല പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പല പ്ലാൻസും നിങ്ങൾ ചിലപ്പോൾ റിന്യൂ ചെയ്യേണ്ടി വരും, മാറ്റങ്ങൾ വരുത്താം. അതൊരു നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളൊരു പുതിയ പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. കുറച്ച് എക്സ്ട്രാ ടൈം ഒക്കെ ചിലപ്പോൾ അതിനെടുക്കേണ്ടി വരും. പക്ഷെ ആ ഒരു എക്സ്ട്രാ ടൈം എടുക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ മികച്ച രീതിയിൽ നിങ്ങളുടെ പ്ലാൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കൂടുതൽ ടൈം എടുക്കേണ്ടി വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ മടി വിചാരിക്കാതിരിക്കുക. കാരണം ഈ ഒരു സിറ്റുവേഷൻ വളരെ പോസിറ്റീവാണ് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജി ഒരു ട്രയാങ്കിൾ സ്ക്വയർ എനർജിയിലേക്കാണ് പോകുന്നത്. ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ
ബാലൻസ് ലൈഫിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ബാലൻസ് ആയതിനു ശേഷം പിന്നീട് സ്റ്റെബിലിറ്റിയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കുക, അതിനുശേഷം പിന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അത് മെയിൻലി ഫിനാൻഷ്യൽ സിറ്റുവേഷനിലാണ് കേട്ടോ കാണിക്കുന്നത്. നെക്സ്റ്റ് ഗേബൽ എനർജിയാണ്. സോ ഈ ഒരു ഗേബൽ എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിസിഷൻസ്, പല തീരുമാനങ്ങളും നമ്മൾ പറയില്ലേ, പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ അവോയ്ഡ് ചെയ്യുക, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ആരൊക്കെ പ്രകോപിപ്പിച്ചാലും ധൃതി പിടിപ്പിച്ചാലും പെട്ടെന്ന് തീരുമാനങ്ങൾ, എന്തൊക്കെ സംഭവിച്ചാലും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. റാഷ് ഡിസിഷൻസ് എടുക്കുന്നത് നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള ഡിസിഷൻസ് എടുത്താൽ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു ചേർന്നേക്കാം. പിന്നെ ആ തീരുമാനം എടുത്തത് കൊണ്ട് പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ച ആ എടുത്ത തീരുമാനം കാരണം ഒത്തിരി വർഷങ്ങളോ നാളുകളോ അതിന്റെ പുറകെ നടക്കേണ്ടി വരും. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പെട്ടെന്ന് തീരുമാനം എടുക്കാതിരിക്കുക. അത് ഇപ്പൊ പെട്ടെന്ന് തീർന്നു, ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ പിന്നെ 1 വർഷം എടുക്കും, ഇനിയും 4 മാസം എടുക്കും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. ചിലപ്പോൾ 4 മാസമോ 1 വർഷം എടുത്താലും ഇപ്പൊ നിങ്ങൾ ആ പെട്ടെന്ന് തീരുമാനം എടുത്താൽ ചിലപ്പോൾ അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കഥയായി മാറിയേക്കാം. അപ്പോൾ ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള വ്യക്തികളുമായിട്ട് സംസാരിക്കുക. ലീഗലായിട്ടുള്ള വശങ്ങൾ, അറിയേണ്ടുന്ന കാര്യങ്ങൾ ലീഗലായിട്ടുള്ള വശമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു അഡ്വക്കേറ്റിനെയോ മറ്റോ കാണുക. അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളെ സമീപിക്കുകയും കാണുകയും മറ്റൊക്കെ ചെയ്യുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ആ ഒരു എനർജിയാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ള ഒരു എനർജി ഓഫ് നിങ്ങളുടെ ഇൻവോൾവ്മെന്റ്, നിങ്ങളുടെ ലൈഫിൽ പല കാര്യത്തെക്കുറിച്ചിട്ടുള്ള, നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചിട്ടാണോ നിങ്ങൾ ചിന്തിക്കാൻ ആലോചിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ എന്ത് കാര്യത്തെക്കുറിച്ചിട്ടാണോ നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത് ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ എപ്പോഴും മറ്റൊരാളെ സമീപിക്കുന്ന തെറ്റില്ല. കാരണം ഇവിടെ അത് എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിക്കുന്നത് ഞാനത് ചോദിച്ചാൽ ഞാൻ കുറഞ്ഞു പോകുമോ, എനിക്കൊന്നും അറിയില്ല എന്നവർ വിചാരിക്കും. ആ ഒരു ചിന്ത ഒരിക്കലും അരുത്. കാരണം എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ വേറൊരാളോട് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. അതേപോലെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നേരിടുന്ന, അതായത് ഒരു അഡ്വക്കേറ്റ് പോലുള്ള ആളുകളായിട്ട് മാത്രം സംസാരിക്കുക. ഒരു പരിചയമില്ലാത്ത ചില കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളുകളുമായിട്ട് പറയാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വേസ് എനർജിയാണ്. നിങ്ങളെക്കുറിച്ച് ആരോ ചിന്തിക്കുന്നതായിട്ട് കാണിക്കും. നിങ്ങൾക്കൊരു ക്രഷ് ഉണ്ടാവാം, ചിലപ്പോൾ നിങ്ങളും മറ്റൊരാളുടെ ക്രഷ് ആയിരിക്കാം എന്നുള്ളതാണ്. ഒരു സീക്രട്ട് അഡ്മയറർ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ ഈ ഒരു എനർജി, ഒരു സീക്രട്ട് അഡ്മയറർ എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അവസരത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു തുടക്കം, ഒരു ന്യൂ എൻഡോവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതും ചാലഞ്ചിങ് ആയിരിക്കും, പക്ഷെ നിങ്ങൾ അതിന് റെഡിയാണ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ചുറ്റുള്ള ആളുകളെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഫാൻസ് ആയിരിക്കാം. കാരണം അവർ ഒറിജിനൽ ആണ്, അവർ ജെനുവിൻ ആയിട്ടുള്ള ആളുകളാണ്, അതേപോലെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുപോലുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ, അതായത് സത്യസന്ധരായിട്ടുള്ള ആളുകളും ശുഭാപ്തി വിശ്വാസമുള്ള ആളുകളും, ഇത് രണ്ടും പോസിറ്റീവ് കോമ്പിനേഷൻസ് ആണ്. ഒന്ന്, അവർ ജെനുവിൻ ആണ്. സെക്കൻഡ്ലി, അവർ ശുഭാപ്തി വിശ്വാസം. അത് രണ്ടും പോസിറ്റീവ് എനർജീസ്. ഇത് രണ്ടും ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നേറാനായിട്ട് പല രീതിയിലും പറ്റുന്നു എന്നുള്ളതാണ്. ചില ആളുകളിൽ ഇവിടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളോട് ഒരു വ്യക്തി ഒരു പ്രപ്പോസ് ചെയ്യുന്നത് കൂടിയിട്ടാവാട്ടോ ഇത് സൂചിപ്പിക്കുന്നത്. ഒരു പ്രപ്പോസലും കൂടിയിട്ടാവാം സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി ഉണ്ട്. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലൈഫ് ചേഞ്ചിങ് ഇവന്റ് ആണ് ഇവിടെ ഉള്ളത്. ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വിവാഹമായിരിക്കാം. കാരണം നിങ്ങൾ വിവാഹമേ വേണ്ടെന്ന് ചിന്തിച്ച ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഇനി വിവാഹം നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. അങ്ങനെ വിവാഹവും പ്രണയവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു നെഗറ്റീവ് തോട്ട്സ്, ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. കാരണം പൊതുവെയുള്ള സിറ്റുവേഷൻസ് നോക്കുമ്പോൾ പ്രണയവും വിവാഹ ജീവിതവും ഒക്കെ ഒരു തരത്തിൽ നെഗറ്റീവ് വൈബാണ് പല സിറ്റുവേഷനിലും നമ്മൾ കാണുന്നത് പല ആളുകളുടെയും ജീവിതത്തിൽ. അപ്പോൾ ആ ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ബൊക്കെയാണ്. അപ്പോൾ എഗെയിൻ കോംപ്ലിമെന്റ് ആണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വരുന്ന എനർജി പ്രണയമാണ്. ഇവിടെ പ്രണയം, അതേപോലെ പ്രണയം എന്ന് പറയുമ്പോൾ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിലും നിങ്ങളുടെ പ്രണയത്തോടൊപ്പം, അതായത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അവരോടൊപ്പം
നിങ്ങളൊരു യാത്ര പോകുന്നതായിട്ടുള്ള ഒരു സൂചനയും തരുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും റൊമാൻറ്റിക് ലൊക്കേഷൻ, ഇപ്പോൾ നിങ്ങൾ പാരീസിൽ പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ആംസ്റ്റർഡാമിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ന്യൂയോർക്കിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഇഷ്ടമുള്ള സ്ഥലത്ത് പോകുന്നുണ്ടാവാം. ഇവിടെ ചില ആളുകളുടെ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ മറ്റു ചിലർ നിങ്ങളെ പുറത്തു പോയിട്ട് വിചിത്രമായിട്ടുള്ള, അതായത് യുണീക്ക് ആയിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ പ്രണയത്തിന്റെ സംബന്ധിച്ച പ്രപ്പോസൽ ആയിരിക്കാം. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു എനർജിയോടൊപ്പം ഒരു അൺനെസസറി ആയിട്ടുള്ള, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താതിരിക്കുക. കാരണം നിങ്ങൾ ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അമിതമായിട്ടുള്ള എക്സൈറ്റ്മെന്റ്, അമിതമായിട്ടുള്ള ലക്ഷറി ഒന്നും ആവശ്യമില്ല. ഒരു ലെവല് വരെയൊക്കെ ലക്ഷറിയൊക്കെ നിങ്ങൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നു, നിങ്ങൾ ചെലവാക്കുന്നു, അത് ശരിയാണ്. എന്നാലും ഓവർ ആയിട്ട് ലക്ഷറിയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. കാരണം അത് നിങ്ങൾക്ക് തന്നെ പിന്നെ ഒരു പണിയാവും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത്യാവശ്യമുള്ള ലക്ഷറി നിങ്ങൾക്ക് ചെയ്യുന്ന ലെവലിൽ, നിങ്ങളുടെ എല്ലാവരും അവരവരുടെ ലെവലിൽ നിന്നുകൊണ്ടിട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരാളെ കോപ്പി ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒന്ന് എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. പേഷ്യൻസ് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് എടുത്തു ചാടിയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പേഷ്യൻസ് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഈ ഒരു എനർജിയിൽ പറയാൻ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു വളരെ നല്ലൊരു പോസിറ്റിവിറ്റിയാണ്, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ് ഇവിടെ കാണിക്കുന്നത്. കഴിഞ്ഞുപോയ പല കാര്യങ്ങളും, അതേപോലെ ജീവിതത്തിൽ ഇനി വേണ്ടാത്ത കാര്യങ്ങളും വിട്ടുകളയുന്നുണ്ട്. അതേപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കർമ്മ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനി ലൈഫിൽ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. നിങ്ങളുടെ ഡെസ്റ്റിനി തന്നെ മാറ്റിമറിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഫയർ ക്രാക്കർ എനർജിയാണ്. ഈ ഒരു ഫയർ ക്രാക്കർ എനർജി എന്ന് പറയുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്നു. ഇപ്പൊ ചില ആളുകളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ വിവാഹം, പ്രണയം, കാര്യങ്ങളൊക്കെ ആവും. മറ്റു ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ കർമ്മ ബാലൻസ്ഡ് ആവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കർമ്മയുടെ ബാലൻസ് നിങ്ങൾക്കൊരു ട്വിസ്റ്റ് തരുന്നുണ്ട്. അത് വലിയ രീതിയിൽ നെഗറ്റീവ് എനർജീസ് ഒന്നുമല്ല, പക്ഷെ അതൊരു ട്വിസ്റ്റ് ആയിരിക്കും. അത് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് നിങ്ങളെ ക്ലൈമാക്സിൽ കാണാം എന്നുള്ളതാണ് പറയാനുള്ളത് ആ ഒരു എനർജിയിൽ. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ലൈഫിൽ. ക്രിയേറ്റീവ് ആയിട്ടുള്ള കരിയർ പോസിബിലിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പുതിയ അഡ്വഞ്ചേഴ്സ് ആയിരിക്കും. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പിന്നെ കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ വണ്ടർഫുൾ അച്ചീവ്മെന്റ്. ഇതാണ് ഈ ഒരു മെസ്സേജാണ് നിങ്ങളെ സംബന്ധിച്ച് പറയുക. കാരണം അങ്ങനെ ആളുകൾ നിങ്ങളോട് പറയുന്നുണ്ട്, ജോബ് വെൽ ഡൺ, കൺഗ്രാറ്റുലേഷൻസ് എന്നുള്ള ഒരു എനർജിയാണ്. ആ ഒരു വാക്കുകളാണ് ഇവിടെ പറയാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആവുന്നുണ്ട്. സോ ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നിങ്ങൾ വളരെ നല്ല പൊസിഷനിലേക്ക്, വളരെ ഉയർച്ചയിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്പിരിച്വൽ വേൾഡിലും നിങ്ങൾ ഗ്രോ ചെയ്യാണ്. അതായത് മെറ്റീരിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രോ ചെയ്യുമ്പോൾ അതോടൊപ്പം നിങ്ങളെ സ്പിരിച്വൽ വേൾഡിലും നിങ്ങൾ ഗ്രോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിന്റെ ചില ആളുകൾ നിങ്ങൾ സ്പിരിച്വൽ അവേക്കണിങ് ഫേസിലാണ്, നിങ്ങൾ സ്പിരിച്വലി അവേക്കൻഡ് ആയി എന്നുള്ളതാണ്. ആ ഒരു ഫേസിൽ എത്തുന്നതിന്റെ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, ഇതുവരെ നിങ്ങൾ അതെന്താണ് അതിൽ വിശ്വസിക്കാത്ത ഒരാള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തൊരു വ്യക്തി നിങ്ങൾക്ക് ഒരു കണക്ഷൻ കാണിക്കുന്നുണ്ട്. ഇതിലെടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കുമല്ല. അത്രയും ആ ഒരു ലെവലിലേക്ക് പോകുന്ന ചില ആളുകൾ, 1-2 ആളുകൾ മാത്രമാണ് ഒരു ആസ്ട്രൽ ട്രാവൽ ചെയ്ത് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ആസ്ട്രൽ ട്രാവലിൽ ചെയ്യുന്നു, നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ്. ഇത് കേൾക്കുന്നവരിൽ നിങ്ങൾ ആരാണെങ്കിൽ നിങ്ങൾക്കറിയാം. അവരെ ശ്രദ്ധിക്കുക, സ്പിരിച്വലി ഒത്തിരി കണക്റ്റഡ് ആയിട്ടിരിക്കുക, മെഡിറ്റേഷൻസ് എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യുക. ആസ്ട്രൽ ട്രാവൽ അത്രയും ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്വൈറ്റ് ഡേഞ്ചറസ്, ഈസി അല്ലാത്ത കാര്യമാണ്, ക്വൈറ്റ് ഡേഞ്ചറസ് ആണ്. അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം പല ആളുകളും സ്വയം ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ആസ്ട്രൽ ട്രാവൽ. അത് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു വേൾഡാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മുതിരാതിരിക്കുക. ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ സ്പിരിച്വലി അത്രയും സ്ട്രോങ് ആണെങ്കിൽ വേറെ ഡേഞ്ചേഴ്സ് ഒന്നും ഇല്ലാതെ വരാം. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുക സ്പിരിച്വലി എന്നുള്ളത്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ചില ആളുകളുടെ ലൈഫിൽ. അത് 1-2 പേർക്കാണ് കാണിക്കുന്നത്. ഇനി ബാഡ് എനർജിയാണ്. കാരണം ഈ ഒരു എനർജി ഒത്തിരി പേരെ നിങ്ങൾക്ക് എനിമീസ് കാണിക്കുന്നുണ്ട്. ഇതൊരു പുതിയ അറിവല്ല എന്നറിയാം. പക്ഷേ ഈ പറയുന്ന എനിമീസിന്റെ കർമ്മയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം
അവരുടെ അവരുടെ കർമ്മയുടെ സിറ്റുവേഷൻ ഒരു ബാലൻസ് വരികയാണ്. അവരുടെ കർമ്മയ്ക്ക് ഉള്ള ഒരു ഫലം അവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള പവർ ഇറ്റ്സ് ലൈസ് വിത്തിൻ യു. ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒത്തിരി പേര് നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിച്ചാലും നത്തിങ് വർക്ക്സ് എന്നുള്ളതാണ്. കാരണം ഇവിടെ ബാറ്റ് എനർജി ആൻഡ് മൈസ് എനർജിയാണ്. സോ ഇത് രണ്ടും എന്ന് പറയുന്നത് പുറത്തുനിന്ന് ബാഹ്യമായിട്ട് സൊസൈറ്റി അല്ലെങ്കിൽ റിലേറ്റീവ്സ് അങ്ങനെയുള്ളവർ, സ്വന്തം ഫാമിലിയിലുള്ളവർ, ഫ്രണ്ട്സ് അങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്ന് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, വഴക്കുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്നത് അനാവശ്യമായിട്ട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇവിടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് ചില വ്യക്തികൾ അവര് തെറ്റുകൾ ചെയ്താൽ, നമ്മുടെ ചില ബന്ധുക്കളൊക്കെ നമ്മുടെ ഫ്രണ്ട്സുമായിരിക്കാം, പക്ഷെ അവരൊക്കെ ചിലപ്പോൾ അവർ തെറ്റ് ചെയ്താൽ സമ്മതിക്കണമെന്നില്ല. പക്ഷെ അവര് അല്ലാതെ സിറ്റുവേഷനിൽ നല്ല സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് കൂടെ നിൽക്കുന്നു എന്നുള്ളത്. നിങ്ങൾക്ക് സഹായം വേണ്ട സമയത്ത് അവർ വരുന്നുണ്ടാവാം, അവരെ എന്തിനും സഹായിക്കുന്നുണ്ടാവും, പക്ഷെ ഒരിക്കലും അവരുടെ തെറ്റ് അവർ അംഗീകരിക്കില്ല. ഒരു ഈഗോ ഉള്ള കൂട്ടരായിരിക്കാം. അങ്ങനെയുള്ളവരുടെ അടുത്ത് അധികം ഒന്നും സംസാരിക്കാതിരിക്കുക. ആ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തണമെങ്കിൽ അങ്ങനെ തന്നെ പോകാം. പക്ഷെ അങ്ങനെയുള്ളവർ നിങ്ങളെ ചതിക്കുന്നതായിട്ട് കാണില്ല. പക്ഷെ ചതി വരുന്നത് വേറെ ചില ആളുകളിൽ നിന്നാണ്. നിങ്ങൾക്കറിയാം, റിലേറ്റീവ്സ് അതുപോലുള്ള ആളുകൾ, പുറത്തുനിന്ന് വരുന്ന ആളുകൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.